യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ ഒന്നാം സ്ഥലമാണ്. ഒന്നാം സ്ഥലത്ത് നമുക്കറിയാം ഈശോ മിശിഹായെ കുരിശ് മരണത്തിന് വിധിക്കപ്പെടുന്ന ഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുറ്റമറ്റവനായിരുന്നിട്ടും കുറ്റക്കാരനായിട്ട് കുരിശ് മരണത്തിന് വിധിക്കപ്പെട്ട ഈശോയെ നമ്മളവിടെ ധ്യാനിക്കുകയാണ്. ജീവിതകാലത്ത് ഈശോ ഒരു പാപം ചെയ്തിട്ടില്ല, ഒരു കുറ്റം ചെയ്തിട്ടില്ല. പക്ഷേ അവനെ കുറ്റക്കാരനായിട്ട് വിധിക്കുകയാണ്. അപ്പോൾ ഈശോ അനുഭവിച്ച ഒരു മാനസികമായൊരു വേദനയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നേ ദിവസം ഈശോയുടെ ഈ ഒരു രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും പലരും നമ്മളെ കുറ്റക്കാരായിട്ട് ചിത്രീകരിക്കാറുണ്ട്. നമ്മൾ നന്മ മാത്രം ആഗ്രഹിക്കുന്നു, പലർക്കും നന്മ ചെയ്യുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, തിരിച്ചു കിട്ടുന്നത് പരിഹാസങ്ങളായിരിക്കാം, കുത്തുവാക്കുകളായിരിക്കാം, മുറിവുകളായിരിക്കാം. പ്രിയപ്പെട്ട മകനെ, മകളെ, അങ്ങനെ നീ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണോ എങ്കിൽ കുറ്റമറ്റവനായിരുന്നിട്ടും കുറ്റക്കാരനായി വിധിക്കപ്പെട്ട ഈശോയുടെ മുഖത്തേക്ക് നോക്കുക. അവൻ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അവന് ഏൽക്കേണ്ടി വന്ന നിന്ദനങ്ങളും പരിഹാസങ്ങളും മുറിവുകളൊക്കെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ നമ്മൾ കാണും, കാരണം കൂടാതെ അവർ അവനെ വെറുത്തു. അത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം നിവൃത്തിയാകാൻ വേണ്ടിയിട്ടാണത് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്കൊക്കെ നമ്മൾ കുറ്റക്കാരായിട്ട് വിധിക്കപ്പെടും. നമ്മൾ നന്മ ചെയ്തിട്ടും പലരും നമ്മൾ വെറുക്കാൻ ഇടവരും, മറ്റുള്ളവർ നമ്മൾ ചതിക്കാൻ ഇടവരും. അപ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ, ഈ ഒന്നാം സ്ഥലം, കുരിശിൻ്റെ വഴിയിൽ ഒന്നാം സ്ഥലം ധ്യാനിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിലും നന്മ ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് ഏൽക്കേണ്ടി വരുന്ന സഹനങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ അതൊക്കെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുഖം ധ്യാനിക്കുക. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ സാധിക്കുന്നവരൊക്കെ കുരിശിൻ്റെ വഴിയിൽ ഓരോ രഹസ്യവും ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഓരോ സ്ഥലവും ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളൊക്കെ കടന്നു പോകുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളാണ്. അവിടെയൊക്കെ നമുക്ക് ബലം കിട്ടണമെങ്കിൽ, ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് മുമ്പേ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങിയ ഈശോയെ ധ്യാനിക്കുന്നത് നല്ലതാണ്. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുറ്റമറ്റവനായിരുന്നിട്ടും കുറ്റക്കാരനായി വിധിക്കപ്പെട്ട ഈശോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ കുറ്റം ചെയ്യാതെ തന്നെ കുറ്റക്കാരായിട്ട് നമ്മൾ ചിത്രീകരിക്കപ്പെടുമ്പോൾ നിരാശപ്പെടേണ്ട. ഈശോ നമുക്ക് മുന്നിലുണ്ട്. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റമറ്റവനായിരുന്നിട്ടും കുറ്റക്കാരനായി ചിത്രീകരിക്കപ്പെട്ട ഈശോയുടെ മുഖം ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങൾ, വേദനകൾ, മുറിവുകൾ, പരിഹാസങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകൾക്കും അതിനുള്ള വലിയ കൃപ ലഭിക്കട്ടെ. യേശു നാമത്തിൽ അതിനായി ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.